ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ വിജ്ഞാപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെന്ന് കയറി കാണാൻ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒന്ന് ഒരുപാട് പേർക്കുണ്ടായ സംശയമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ NTPC അല്ല, നമ്മുടെ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേയുടെ സെക്ഷൻ കൺട്രോൾ വിഭാഗത്തിലേക്ക് അതിന്റെ ഏജ് ലിമിറ്റും അതേപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ NTPCയുടെ എക്സാം പാറ്റേൺ ആയിരിക്കുമോ വരുന്നത് അല്ലെ? NTPCയുടെ പോലത്തെ എക്സാം പാറ്റേൺ ആയിരിക്കുമോ വരുന്നത്? അതേപോലെ തന്നെ അത് SSC മോഡലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ ഒരു ടയറേ കാണത്തുള്ളൂ. ഓക്കെ, അതേപോലെ എത്ര മാർക്കിന്റെ ചോദ്യം കാണും? ഇപ്പോൾ ഒരുപാട് സംശയമൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എന്ത് ചെയ്യുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരവാണ്. ഓക്കെ, ഇത്തരത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരവായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ പറഞ്ഞ സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ റെയിൽവേ ആണ് ചെയ്യുന്നത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത് 23/8/2025 ആയിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് RRB വെബ്സൈറ്റ് എന്ന് പറയുന്നത് 14/9/2025 എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡേറ്റ് തുടങ്ങുന്നത് ഈ പറയുന്ന 15/9/2025 എന്ത് ചെയ്യുന്ന ഡേറ്റ് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കാണാൻ മനസ്സിലാവും. ഈ പറയുന്ന 14/10/2025 അതാണ് 14/10/2025 മുമ്പായിട്ട് ഈ പറയുന്ന അപേക്ഷ കൊടുക്കാനുള്ളവരെന്താണ് പെട്ടെന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ സമയമൊന്നും കളയരുത്. നമ്മുടെ മുന്നിൽ നിന്ന് സമയമൊന്നുമില്ല. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന സൈറ്റൊക്കെ ഒരുപാട് പേരൊക്കെ എന്താണ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സൈറ്റ് എന്തെങ്കിലും ഒരുപാട് എന്താണ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അയക്കാൻ പറ്റുന്ന വരില്ല. ഈ പറഞ്ഞ ഏറ്റവും പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ ഫീസൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഫീസ് കൊടുക്കുന്ന സമയങ്ങളിൽ പറഞ്ഞ് ഫീസ് നൽകുക എന്താണ് ഈ പറയുന്ന സൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഈ പറയുന്ന ഫീസൊന്നും കൊടുക്കാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് നേരത്തെ തന്നെ അയക്കേണ്ടവരെന്നാണ് പെട്ടെന്ന് തന്നെ അയച്ചു മാറുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അത്തരത്തില് 14/10/2025 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫീസ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 16/10 ആയിരുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കറക്ഷനോ വരുത്താനുള്ള നമ്മുടെ SSC അല്ലെങ്കിൽ പറയുന്ന NTPC ഒക്കെ പോലെ തന്നെ പറഞ്ഞ കറക്ഷൻ എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രത്യേക ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. 17/10 മുതൽ 26/10 വരെ എന്ത് ചെയ്യുന്ന ഒരു സമയം അവർ എന്ത് നൽകിയിട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ക്രൈബ് ആപ്ലിക്കേഷൻ പോട്ടെ 27/10 മുമ്പായിട്ട് നൽകണമെന്ന് പറഞ്ഞ് ധ്യാനത്തും കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്രധാനമായിട്ടും നോക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലേ പറഞ്ഞ അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എന്ത് ചെയ്യണം നിർബന്ധമായിരിക്കേണ്ടതാണ് അല്ലേ? ഒരു ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സെക്ഷൻ കൺട്രോൾ പറയുന്ന ഈ പറയുന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒരു ഇക്വലന്റ് എന്നുള്ളതാണ് അല്ലെ? പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 20 മുതൽ 33 വയസ്സ് വരെയാണ്. അതാണ് ഈ പറഞ്ഞ 2026 ജനുവരി മാസം 1-ാം തീയതി ആകുമ്പോൾ 33 വയസ്സ് തികഞ്ഞിട്ടുള്ള ആളുകൾക്ക് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സെക്ഷൻ കൺട്രോൾ പറഞ്ഞ തസ്തികയിലേക്ക് അയക്കാൻ സാധിക്കും. അപ്പൊ ഇല്ലേ, ഇപ്പൊ അത്യാവശ്യം നല്ലൊരു എന്താണ് ഒരു ഏജ് അപ്പം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ SSC അല്ലെങ്കിൽ പറയുന്ന NTPC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ NTPC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റി പറയുന്ന പഠിച്ചിറങ്ങിയിട്ടുള്ളവർക്ക് എന്ത് പറ്റി പറയുന്ന ആ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ പറഞ്ഞ അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോഴത്തെ റിസർവേഷൻ ഫോർ SC ST EWS ആൻഡ് റിലാക്സേഷൻ വിൽ ബി ആപ്ലിക്കബിൾ ആസ് പെർ ഡീറ്റെയിൽ ഇൻ ദ CA എന്ന് പറഞ്ഞത്. അതായത് നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന SC ST OBC കാറ്റഗറി പെടുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസർവേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം മൊത്തത്തിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 368ഓളം വേക്കൻസി കാണാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 35,400 മുതലാണ്. അതായത് പറയുന്ന 7th P ലെവൽ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ശമ്പളം കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം എക്സാം എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ? ഇപ്പം നമ്മുടെ SSC പോലത്തെയോ അല്ലെങ്കിൽ NTPC പോലത്തുള്ള എക്സാം പാറ്റേൺ ആണെന്നുള്ളതായിരുന്നു എല്ലാവർക്കും സംശയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് വൺ സിംഗിൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് ത്രൂ ദ ലിങ്ക് പ്രൊവൈഡഡ് ഓൺ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദ RRB. So candidate can apply to only one RRB selection of the RRB. One exercise shall be final. Application to one more than RRB will rejection of this application എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും RRB തിരഞ്ഞെടുക്കാം. അതായത് ഒന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെന്നൈ ഉണ്ട്, ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരം ഉണ്ട്, ബാംഗ്ലൂർ സോൺ ഉണ്ട്, അഹമ്മദാബാദ് ബന്ധപ്പെട്ടുണ്ട് അല്ലെ, ഡൽഹി ഉണ്ട്, കൊൽക്കട്ടയുണ്ട്,
അല്ലെ, ബാംഗ്ലൂർ ഉണ്ട്. ഇതൊക്കെ ഓരോ RRB നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ NTPSCക്കോ അല്ലെങ്കിൽ പറയുന്ന ബാക്കി എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഈ പറഞ്ഞ RRBസിനെ കുറിച്ച് അല്ലേ. അപ്പോൾ പറഞ്ഞ ഓരോ RRB അറിയാത്തവർക്കാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു RRB ഉണ്ട്, ഈ പറഞ്ഞ ചെന്നൈയിലുണ്ട് ഒരു RRB ഉണ്ട് അല്ലേ. ഈ പറഞ്ഞ RRBസിലേക്ക് എന്തെങ്കിലും പറ്റി അയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ, എല്ലാത്തിനകത്തോട് എന്തെങ്കിലും പറ്റി കയറി അയക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് RRB തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഏതെല്ലാം വേണം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ടെസ്റ്റ് ആണ്. അതായത് ആദ്യം തന്നെ CBT ആണ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ പറയുന്ന SSCക്ക് അല്ലെങ്കിൽ പറയുന്ന NTPSC ഒക്കെ പഠിക്കുന്നതോട് തന്നെ എന്താണ് ഈ പറഞ്ഞ ഒരു സിംഗിൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. അതിനുശേഷം CBAT എന്ന് പറയും. ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പറയുന്ന എന്താണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ത് ചെയ്യണം അതിനുശേഷം കാണും. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാണും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ കാണും അല്ലെ. എന്താണ് ഒരു ആദ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ കാണാൻ 4 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 4 ഘട്ടങ്ങളായിട്ടാണ്. ഓരോന്നിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം CBT1 അതിൽ പറഞ്ഞ ആദ്യത്തെ CBT നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 120 മിനിറ്റ് ആണ്, 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന സാധാരണ പരീക്ഷ കൂട്ടാൻ 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലൈസേഷൻ എന്ത് ചെയ്യും പറ്റി പറയുന്ന ഷിഫ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യും നോർമലൈസേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് പ്രധാനമായിട്ട് അവർ പറയുന്നുണ്ട് അല്ലേ. അടുത്ത തൊട്ടതായിട്ടുള്ളത് കൂടെ വായിച്ചു നോക്കേണ്ടതാണ്. നോർമലൈസ്ഡ് സ്കോർ ഓഫ് ദ CBT ഷാൾ ബി യൂസ്ഡ് ഫോർ ദ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ CBAT ആസ് പെർ ദ മെറിറ്റ് എന്നുള്ളതാണ്. പറയുന്നത് കിട്ടുന്ന മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾ CBATക്ക് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. CBAT പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഈ പറഞ്ഞ ALPDO എക്സാമിനേഷൻ ഒക്കെ പ്രധാനമായിട്ട് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കാണാറുണ്ട് അല്ലെ. പറഞ്ഞ ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ കാണാറുണ്ട്. ഇനി ഈ പറയുന്ന CBAT എന്താ നോക്കി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ഹു ആർ ഷോർട്ട് ലിസ്റ്റഡ് ഓഫ് ദ CBAT അവൈലിംഗ് ദ റിസർവേഷൻ ബെനിഫിറ്റ്സ് ഓഫ് ദ OBC അല്ലെങ്കിൽ പറഞ്ഞ എക്സ് സർവീസ്മെന്റ് ആയിക്കോട്ടെ കണ്ടിന്യൂ ടു ബി കൺസിഡേർഡ് ഓൺലി അഗെയിൻസ്റ്റ് ഈ പറയുന്ന സ്റ്റേജസ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് തൊട്ട് ഇപ്പം സിലബസ് CBAT പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ CBATയുടെ സിലബസ് എന്തെല്ലാം ആണോ, അതായത് ഈ പറഞ്ഞ CBTയുടെ സിലബസ് അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഈ പറയുന്ന എന്താണ് സിലബസ് നോക്കി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് കാണാൻ പറ്റും. അതായത് പറഞ്ഞ അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ അബിലിറ്റിക്കകത്ത് ഈ പറയുന്ന നമ്പർ സിസ്റ്റം, റേഷ്യോ പ്രൊപ്പോർഷൻ, അതേപോലെ തന്നെ ഈ പറഞ്ഞ ആവറേജ് പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ടുകൾ, ടൈം സ്പീഡ്, ഡിസ്റ്റൻസ്, പവർ വർക്ക്, അതേപോലെ തന്നെ ഈ പറയുന്ന ലീനിയർ ഇക്വേഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, LCF, HCF, ജോമെട്രി, ഏരിയ വോളിയം, പ്രോബബിലിറ്റി എല്ലാം ഇതിനകത്തുണ്ട്. ഡേറ്റ അനാലിറ്റിക്സ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഡേറ്റ അനാലിസിസ് എക്സാമിനേഷൻ വേണ്ടി പറയുന്ന അനാലിസിസ് ആൻഡ് ഇന്റർഫിയറൻസ് ഓഫ് ഡ്രോയിങ് ഫ്രം ദ ടെക്സ്റ്റ്, ടാബുലാർ ഡേറ്റ, അതേപോലെ തന്നെ ഈ പറയുന്നതാണ് വെൻ ഡയഗ്രാം, അതിനെ ചാർട്ട് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. ലോജിക്കൽ റീസണിങ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബൈനറി ലോജിക്, സിലോജിസം, ക്ലോക്ക് കലണ്ടർ, അസംഷൻ, ബെൽറ്റ് റിലേഷൻ, ഫാമിലി ട്രീ, സോൾവിംഗ് ലോജിക് ബേസ്ഡ് പസിൽസ് എല്ലാം പറ്റിയായിട്ട് കാണാൻ സാധിക്കും. റീഡിംഗ് കോംപ്രിഹെൻഷൻ നോക്കുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് പ്രധാനമായിട്ടും passage would be given from the any subjects in the history, so എന്താണ് പറയുന്ന പോലെ തന്നെ സൊസൈറ്റി, ലിറ്ററേച്ചർ, എൻവയോൺമെന്റ്, അബ്സ്ട്രാക്ട്, മിത്തോളജി ഇതോട് ബന്ധപ്പെട്ട ഇതിനകത്തൊന്നും ചോദ്യം വരാനുള്ളതാണ്. ഓക്കെ, ഈ പറയുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ അതേപോലെ ഒരു പാരഗ്രാഫ് അതിന് ശേഷം അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. അതിന്റെ സപ്പോർട്ടിങ് ഐഡിയാസ് ആയിരിക്കും ആപ്ലിക്കേഷൻ, ലോജിക്കൽ സ്ട്രക്ചർ, സ്റ്റൈൽ ഓഫ് ദി ഗവൺ പാരഗ്രാഫ് എല്ലാം അതിനകത്ത് കണ്ടെത്തേണ്ടതാണ്. അടുത്തത് ഈ പറഞ്ഞ മെന്റൽ റീസണിങ് നോക്കുകയാണെങ്കിൽ അനലോളജി, സീരിയസ് കംപ്ലീഷൻ, സോൾവിങ് കോഡിങ്, സോൾവിങ് റാങ്കിങ്, അറേഞ്ച്മെന്റ്, ഇതെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT2 നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഈക്വൽ ടു 8 ടൈംസ് നമ്പർ ഓഫ് വേക്കൻസീസ് വിൽ ബി സെലക്ടഡ് ഫോർ ഈച്ച് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് എന്നുള്ളത്. അത് പറയുന്ന മൊത്തത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, ഇപ്പോൾ 10 വേക്കൻസി ഉണ്ടെങ്കിൽ 8 ഇരട്ടി എന്ന് പറഞ്ഞാൽ 80 പേരെ എന്ത് ചെയ്യും വിളിക്കുന്നുള്ളതാണ്. ഇപ്പോൾ CBATലേക്ക് പറഞ്ഞ തിരുവനന്തപുരത്തേക്ക് 10 വേക്കൻസി ഉള്ള വിചാരിക്കാം. ഓക്കെ, 80 പേരെ CBATക്ക് വിളിക്കും. ഓക്കെ, CBATക്കാണ് പറയുന്നത്. ഓക്കെ, CBT ഫസ്റ്റിനല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് രണ്ടാമത്തെ സ്റ്റേജിന് 10 വേക്കൻസി ഉണ്ടെങ്കിൽ 80 പേരെ വിളിക്കുന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രധാനമായിട്ട് അതിന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആസ് പെർ ദ ഒറിജിനൽ ഡ്യൂറിംഗ് CBAT ഫോളോയിങ് വിച്ച് വിൽ ബി നോട്ട് പെർമിറ്റഡ് ടു അപ്പിയർ ഇൻ CBAT എന്നുള്ളതാണ് പറയുന്ന വിഷൻ. അവർ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര എല്ലാം വേണം എന്നുള്ളതായി പറയുന്ന നോട്ടിഫിക്കേഷൻ അത് കറക്റ്റായിട്ട് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണണമെന്നുള്ളവരാണെങ്കിൽ ഇപ്പോൾ തൊട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കയറി ജോയിൻ ചെയ്ത ശേഷം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഈ പറയുന്ന വിഷൻ്റെ ഒക്കെ കറക്റ്റായിട്ട് എത്ര എല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ പറയുന്ന ടെസ്റ്റ് ബാറ്ററിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന CBAT എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്യും നടത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
CBIT-ക്കകത്തുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മുടെ CBT-ക്കകത്ത് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക 120 ചോദ്യമാണ്. അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ 60 ചോദ്യമാണ്. ലോജിക്കൽ 20 ചോദ്യമാണ് ഉള്ളത്. മെന്റൽ റീസണിംഗ് 20 ചോദ്യം. മൊത്തത്തിൽ 100 ചോദ്യമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ നടത്തുന്നത് ഈ പറയുന്ന എക്സാമിനേഷന് നടത്തുന്നതെന്നുള്ളതാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഓരോ കാറ്റഗറിയിലും ഈ പറയുന്ന പാസ് ആയ മാർഗം എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി 40%, EWC 40%, OBC-ക്ക് മറ്റും ക്രീമി ലെയർ സ്ലീപ്പർ 30, SC-ക്ക് 30, ST-ക്ക് 25 പറഞ്ഞാൽ നമുക്കിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് CBIT-ക്കകത്ത് വരുന്നത് ഈ പറഞ്ഞ ബാറ്ററി ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററി ടെസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ മെമ്മറി ടെസ്റ്റ് വരും. ഒന്നും പറയാം. ഓക്കെ, ഇതൊരു ഫോമാണ്. ഓക്കെ, മുഴുവൻ വരണമെന്നില്ല, എന്തായാലും പറഞ്ഞ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് മെമ്മറി ടെസ്റ്റ്. ഓക്കെ, അതായത് ഈ പറയുന്നത് നിങ്ങൾ എത്രത്തോളം കാര്യങ്ങളൊക്കെ എന്തിനെ പറ്റി പറയുന്ന ഓർത്തിരിക്കാൻ പറ്റുമോ എന്നുള്ള ഈ പറയുന്ന മെമ്മറി ടെസ്റ്റിനകത്ത് വരുന്നത്. ഓക്കെ, പറയുന്ന ഒരു ഷോർട്ട് ഇന്റർവെലേക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ട് മാറ്റി കഴിഞ്ഞാൽ പറയുന്നത് അതിനകത്ത് നിന്ന് കാര്യങ്ങൾ പിക്ക് ചെയ്തെടുക്കാൻ സാധിക്കണം. മെമ്മറി ടെസ്റ്റ്, ഡയറക്ഷൻ ടെസ്റ്റുകൾ വരും. അതേപോലെ പറയാം ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് നോക്കിയ ശേഷം ഈ പറയുന്നത് എന്താണ് ഈ നീളം വീതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു അസ്യൂം എടുക്കാറില്ല. അപ്പോൾ അത് പെർസെപ്ഷൻ ടെസ്റ്റ് പറയും. അതായത് കോൺസെൻട്രേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ മെഷേഴ്സ് യുവർ ഫോക്കസ് എബിലിറ്റി ടു കമ്പയർ പെയർസ് ഓഫ് നമ്പേഴ്സ് സിംബൽസ് ക്വിക്ലി ഫോർ ദ മാച്ചസ് ഓഫ് ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഓരോ സംഖ്യകളിൽ നിന്ന് ഈ പറയുന്ന ചിഹ്നങ്ങളായിക്കോട്ടെ നമ്പറുകളായിക്കോട്ടെ പെട്ടെന്ന് പിക്ക് എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് കോൺസെൻട്രേഷന്. ഇപ്പോൾ അതിൽ പ്രസവിച്ച സ്പീഡ് ടെസ്റ്റുകളൊക്കെ പ്രധാനമായിട്ട് ഈ പറയുന്ന CBIT എന്ന് പറയുന്നത് വരുന്നതാണ്. എനിക്കറിയാം ALP ഒക്കെ തയ്യാറെടുക്കുന്ന പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ ബാറ്ററി ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ALPയുടെ കൂട്ട് തന്നെയാണ് ഇച്ചിരി ഹാർഡ്നെസ് ഇതിനകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, CBIT ടെസ്റ്റിനകത്ത് മെമ്മറി ടെസ്റ്റും ഈ പറയുന്ന ഡയറക്ഷൻ ടെസ്റ്റും ഡെപ്ത് പെർസെപ്ഷനും കോൺസെൻട്രേഷൻ ടെസ്റ്റ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിനേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന നമ്മുടെ സാധാരണ SSC NDPS ഒക്കെ പോലെ തന്നെ ഒരു എക്സാമിനേഷൻ, അതിനുശേഷം CBIT എന്ന് പറയുന്ന ഒരു ബാറ്ററി ടെസ്റ്റ് കാണുന്നു അല്ലേ, ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണും. അതിനുശേഷം ആയിരിക്കും പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ എവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിധത്തിൽ ഈ പറയുന്ന RRB 2025 2024 ഇപ്പോൾ സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ബാച്ചിലേക്ക് ഈ പറയുന്ന പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ചാണ് നമ്മുടെ ഏസ്ഡ് ബാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന RRB 2025 ഇപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ ബാച്ച് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ PDF നോട്ടുകളും അതേപോലെ പറഞ്ഞാൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ കംപ്ലീറ്റ് സിലബസും നമ്മൾ കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമിനേഷൻ വേണ്ടി തയ്യാറാക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് മറ്റു കാര്യങ്ങളും നമ്മളായിട്ട് എന്ത് ചെയ്യും ചർച്ച ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗട്ട് മറ്റു കാര്യങ്ങളും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഈ പറയുന്ന ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏസ്ഡ് ബാക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. എന്ത് അവിടെ ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന താഴെ എഴുതി കളിക്കുന്ന നമ്പർ ഉണ്ടല്ലോ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ അപ്ഡേറ്റുകളും മറ്റുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയുന്നതിന് വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ശേഷം ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡൗട്ടോ സജഷനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ എന്തും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മടിയും കൂടെ നമ്മൾ എന്ത് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. അതിനുള്ള നമ്മുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. കയറുക, ഡൗട്ടും കാര്യങ്ങളും അവർ രേഖപ്പെടുത്തുക. ഓക്കെ, പഠിച്ചു തുടങ്ങുന്നവർ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്ലൈ ചെയ്യാത്തവരാണ് ഇന്ന് തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.